ഹലോ മൈ ഡിയേഴ്സ്, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഏതുവരെ പഠിച്ചു? സബ്സ്റ്റൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു തുടങ്ങിയില്ലേ? എല്ലാവരും പഠിച്ചു തുടങ്ങി അല്ലേ? ഓക്സിജൻ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എല്ലാവരും എഴുതി നോക്കുക. അപ്പൊ നോക്കുക, അടുത്തേക്ക് പോണ്ടേ? ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് ഏതാ? പറഞ്ഞോ, ഏതാ അടുത്ത എലമെന്റ്? ഏതാ? ഫ്ലൂറിൻ അല്ലേ? അടുത്ത എലമെന്റ് ഏതാ? ഫ്ലൂറിൻ അല്ലേ? എല്ലാവർക്കും അറിയാം ഫ്ലൂറിൻ അല്ലേ? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? പറഞ്ഞോ, എത്രയാ? പറഞ്ഞോ, എത്രയാ? അതന്നെ 9. അതന്നെ 9. അത് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? 1s2 ഒന്നാമത്തെ കംപ്ലീറ്റ് ആയി. അടുത്ത 2s2 കണ്ടോ? അടുത്തതാ 2s2 കഴിഞ്ഞാൽ അടുത്തതാ 2p. 6p എത്ര ഇലക്ട്രോണെ കൊള്ളും? 6. അപ്പൊ നോക്കിയേ, 2 2 4. അപ്പൊ നോക്കിയേ, 4 6 10 അല്ലേ? 10 പാടില്ല, എത്രയേ വേണ്ടു? 9 പാടുള്ളൂ അല്ലേ? അപ്പൊ നോക്കുക, നമുക്ക് എത്രയേ വേണ്ടു? 9 പാടുള്ളൂ അല്ലേ? 9 വേണ്ടു അല്ലേ? 9 വേണ്ടു. നമുക്ക് എന്താ 5 വേണ്ടു അല്ലേ? ഇവിടെ എത്ര വേണ്ട? 5 അല്ലേ? 2p5. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം, ഞാൻ ഇവിടെ 5 വരയ്ക്കണ്ടു അല്ലേ? 6 വരച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കാം, ഇവിടെ 6 ആവശ്യമില്ല നമുക്ക്. എത്ര വേണ്ടു? 5 വേണ്ടു അല്ലേ? ഇവിടെ നോക്കാം, 5 വരച്ചു കണ്ടോ? യെസ്. അടുത്ത് പറയാം നമുക്ക്. നോക്കാം, ഫ്ലോറിൻ കഴിഞ്ഞ അടുത്ത ആരാ? നിയോൺ അല്ലേ? അറ്റോമിക് നമ്പർ 10. അപ്പൊ ഞാൻ എന്ത് എഴുതി? 1s2. പറഞ്ഞോ ഏതാ? 2s2. 2p എത്രയാ? മൊത്തം 10 അല്ലേ? പറയടാ, എത്ര എണ്ണം ഉണ്ടാവും? 2 2 4. ബാക്കി എത്രയാ? 4 6 10. അപ്പൊ പി എത്ര എണ്ണം കൊണ്ടു? 6. അപ്പൊ പീല് 6 ആയില്ലേ? അടുത്ത് നോക്കാം നമുക്ക്. ഹീലിയം നോക്കാം. ഫ്ലോറിൻ കഴിഞ്ഞു, നിയോൺ കഴിഞ്ഞു. അടുത്താരാ? അടുത്താളാണ് നമ്മുടെ സോഡിയം. എല്ലാവർക്കും അറിയാവുന്ന എലമെന്റ് അല്ലേ സോഡിയം അല്ലെ? എല്ലാവരും എടുത്ത് എഴുതിയ സബ്സ്റ്റൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6. അടുത്ത നോക്കിയാ പീര് നടന്നില്ലേ? 1 2 3 4 5 6. അടുത്ത അങ്ങോട്ട് പോയി 3s3 പോയില്ലേ? 3s1 കണ്ടാ? 3s1. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയാ സോഡിയം കഴിഞ്ഞാൽ ആരാ? സോഡിയം കഴിഞ്ഞാൽ മഗ്നീഷ്യം. അറ്റോമിക് നമ്പർ 12. അപ്പൊ എല്ലാവരും എഴുതിയ വേഗത്തില്. എല്ലാവരും എഴുതുക. ഇന്റെ ഒപ്പം എഴുതിയ എല്ലാവരും. മഗ്നീഷ്യം എഴുതിയ എല്ലാവരും. എങ്ങനെ എഴുതുക? 1s2. ഇനി ഒന്നും ആവശ്യമില്ല അല്ലേ? അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ അതിന്റെ മാക്കിയാണ്. കണ്ടോ? ഇത് മാക്കിയാണ്. ഇതിന്റെ ആവശ്യമില്ല നമുക്ക്. ആവശ്യമുണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? ഇതിന്റെ ആവശ്യമില്ല നമുക്ക് അല്ലേ? കാണാതെ എല്ലാവർക്കും അറിയില്ലേ? 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ ആരാ? 3s, 3s കഴിഞ്ഞാൽ ആരാ? 3p, 3p കഴിഞ്ഞാൽ ആരാ? 3p അടുത്ത ഷെല്ല് ഏതാ? അതിപ്പോ പഠിക്കാട്ടാ. ഇവിടെ നോക്കാം. നമ്മുടെ ഇതാ എഴുതി നോക്കിയാ. മഗ്നീഷ്യം എഴുതി 1s2 2s2. അടുത്തേതാ? 2p6 അല്ലേ? 2p6 കഴിഞ്ഞാൽ ഏതാ? 3s2 കണ്ടോ? 2 2 4 4 6 10. 10 2 12 അല്ലേ? 12 ഇലക്ട്രോൺ ഉണ്ടാവില്ലേ? ഓക്കെ അല്ലേ? 12 കിട്ടിയില്ലേ? അടുത്തെഴുതാ നമുക്ക്. ആരാ നോക്കുക? അടുത്ത ആരാ? 13 ആരാ? അലുമിനിയം 13 നമ്മൾ എഴുതി. എല്ലാവരും ഒരുമിച്ച് എഴുതും. എല്ലാവരും ഒരുമിച്ച് എഴുതിയ 1s2 2s2 2p6 3s2. നോക്കി എത്ര എണ്ണയൊക്കെയാ? 2 2 4 4 6 10. 10 2 12. 12 1 13. ഓക്കെ അല്ലേ? നോക്കാം. 1s2 2s2 2p6 3s2 3p1. ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ആളാരാ? അലുമിനിയം കഴിഞ്ഞാൽ ആരാ? എടോ എല്ലാവരും പഠിച്ചിട്ടില്ലേ? ഓരോ എലമെന്റ് പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓരോ എലമെന്റ് പേര് അറ്റോമിക് നമ്പർ ഒക്കെ പഠിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അടുത്ത ആളാരാ? സിലിക്കൺ. പറയൂ. 14 അല്ലേ? നമുക്കൊന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാ? എണ്ണയൊക്കെയാ? 2 2 4 4 6 10. 10 2 12. 2 14. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവരും ഒന്ന് പറയാ, ഒപ്പം പറഞ്ഞു പോവാ. അടുത്ത ആളാരാ? സിലിക്കൺ കഴിഞ്ഞാരാ? അടുത്ത ആളാരാ? അടുത്ത് ഫോസ്ഫറസ്. അറ്റോമിക് നമ്പർ 15 അല്ലേ? ഫോസ്ഫറസിന്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോസ്ഫറസ് യക്ഷി. അതായത് രാത്രിയിലൊക്കെ നമ്മുടെ ശ്മശാനത്തിന്റെ അത് കൂടെ അങ്ങനെ പോണ സമയത്ത് ആൾക്കാർ പറയും പ്രേതമുണ്ട് എന്ന് പറയും. എന്താ? നമ്മുടെ ശരീരത്തിലെ ബോൺസില് എല്ലുകളിലൊക്കെ എന്തുണ്ടെന്ന് അറിയാം? ഫോസ്ഫറസ് ഉണ്ട്. അത് അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കത്തുക. ആ ഫോസ്ഫറസ് ആണിത്. അറ്റോമിക് നമ്പർ 15 ഞാൻ എഴുതാട്ടാ. 1s2 2s2 2p6 3s2 കണ്ടോ? 3p എത്ര ഉണ്ടാവും നോക്കിയേ? എണ്ണയൊക്കെ 2 2 4 4 6 10. 10 2 12. 3 15. പീല് 3 അടുത്ത ആളാരാ നോക്കിയാ? ഫോസ്ഫറസ് കഴിഞ്ഞാൽ അടുത്താല് സൾഫർ 16 എഴുതി. 1s2 2s2 ഉറക്കെ പറഞ്ഞോ? അതന്നെ ഉറക്ക ശരിയാണ്. എല്ലാവരും കറക്റ്റ് നോക്കുക. അതന്നെ എഴുതി ശീലാവുന്നു കേട്ടോ. 3p4. ഓക്കെ അല്ലേ?
അടുത്ത് നോക്കിയാ, അടുത്ത ആള് ക്ലോറിൻ, ആറ്റം നമ്പർ 17. കണ്ടോ 1s2 പറയൂ എല്ലാരും. 2s2 കണ്ടോ 2p6 കണ്ടില്ലേ, 3s2 3p5 നോക്കിയാ, 2 2 4, 4 6 10, 10 2 12, 12 5 17 ക്ലോറിനായില്ലേ. അടുത്ത എലമെന്റ് ഏതാ ഒന്ന് പറയാ, എല്ലാരും ഒന്ന് എഴുതാൻ നോക്കാം. അടുത്ത എലമെന്റ് ഏതാ? അടുത്ത എലമെന്റ് ആണ് ആർഗൺ, ആറ്റം നമ്പർ 18. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p എത്ര നോക്കിയേ, 2 2 4, ബാക്കി 4 6 എത്രയാ 10, 10 2 12, മൊത്തം എത്രയാ 18 അല്ലേ. അപ്പൊ 12 6 18 അല്ലേ. കിട്ടിയാലാകും. ഇതുവരെ എല്ലാവർക്കും ഓക്കെയോ നോക്കാം. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഫ്ലൂറിൻ മുതലാണ്. നോക്കാം, ഫ്ലൂറിന്റെ നോക്കി 1s2 2s2 2p5 മുതൽ നമ്മളിവിടെ ഇതുവരെത്തി ആർഗൺ വരെത്തി അല്ലേ. ആർഗണിന്റെ 18, സോറി അറ്റം നമ്പർ 18 അല്ലേ. അപ്പൊ എന്തായി 3p6 വരെത്തിയില്ലേ. ഇനി നോക്കുക അടുത്ത എലമെന്റ് ആരാ? അടുത്ത എലമെന്റ് ആണ് പൊട്ടാസ്യം 19. അപ്പോൾ നോക്കൂ, ഞാൻ ഒന്ന് ചിത്രം വരയ്ക്കാൻ പോകാം. നേരത്തെ എഴുതി വരച്ച പോലെ ഒന്നുകൂടി വരയ്ക്കാൻ പോകട്ടാ. ഇവിടെ നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞു. 3p നിറഞ്ഞു അല്ലേ, 6 ഇലക്ട്രോൺ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. 1 2 3 4 5 6. ഇനി അടുത്ത ഇലക്ട്രോൺ കൂടെ പോകണ്ടേ ശരിക്ക് 3D-ക്കല്ലേ പോകണ്ടേ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ 3D-യേക്കാളും എനർജി അഥവാ ഊർജം കുറവാണ് ആർക്ക്? ഫോറസിന്. അതായത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3p-യേക്കാളും എനർജി കൂടുതലാണ് ആർക്ക്? ഫോറസിന്. എന്നാൽ ഫോറസിനേക്കാൾ എനർജി ആർക്കാ കൂടുക? 3D-ക്കാ കൂടുക. അതായത് നോക്കുക, 3D-യേക്കാൾ എനർജി കുറവാണ് ആർക്ക്? ഫോറസിന്. അത് അപ്പോൾ അങ്ങടെ ഇലക്ട്രോൺ പോവുക. 3p കഴിഞ്ഞ ഇലക്ട്രോൺ പോകുന്നത് 3D-ക്കല്ല പോവുക, നേരെ അങ്ങടെ പോവുക ഇങ്ങോട്ട് ഗുജാര ഫോറസിലേക്ക് പോവും. അങ്ങോട്ട് നോക്കുക, ഫോറസിലേക്കാ പോവുക. നോക്കിയ പൊട്ടാസ്യം 19 അല്ലേ. അപ്പൊ ഞാൻ ഒന്ന് എഴുതി നോക്കാട്ടാ. 1s2 എല്ലാവരും ശ്രദ്ധിക്കുന്നത്, ഇതൊരു പ്രത്യേക തുക എക്സെപ്ഷൻ കേസാണിത്. 1s2 2s2 2p6 3s2 3p6. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങടാ പോവാന്ന് പറഞ്ഞേ, നേരെ ഇലക്ട്രോൺ പോകുന്നത് ഫോറസിൽ. ഷെല്ല് ആരാണ്? ഷെല്ല് 3D തന്നെയാണ്, പക്ഷേ ഇലക്ട്രോൺ പോകുന്നത് നിങ്ങടാ ഫോറസിലേക്ക് പോയി. ഫോറസ് 1 ഓക്കെ അല്ലേ എല്ലാവർക്കും? അതിന് കാരണം എന്താ? 3p-യേക്കാൾ എനർജി കൂടുതലാണ് ഫോറസിന്, ഫോറസിനേക്കാൾ എനർജി കൂടുതലാണ് 3D-ക്ക്. അതായത് 3D-യേക്കാൾ എനർജി കുറവാണ് ഫോറസിന്. അതുകൊണ്ടാണ് ഫോറസ് നിറഞ്ഞതിന് ശേഷമേ 3D നിറയൂ. ഓക്കെ അല്ലേ എല്ലാവർക്കും? അടുത്ത് നോക്കുന്ന കാൽസ്യം അറ്റം നമ്പർ 20 നോക്കാം നമുക്ക്. 1s2 2s2 2p6 3s2 3p6 4s2 കണ്ടോ, കണ്ടില്ലേ? 3p6 കഴിഞ്ഞാൽ ഫോറസ് നിറഞ്ഞു. ഇനി ഫോറസ് നിറഞ്ഞ ഞങ്ങളുടെ പോവുക കണ്ടാ, ഫോറസ് നിറഞ്ഞു കേട്ടാ, ഫോറസ് നിറഞ്ഞു. ഫോറസ് ഞങ്ങളുടെ തിരിച്ചു വരുന്നത് ഇവിടുന്ന് തിരിച്ച് 3D-യിലേക്ക് വരും. അത് നോക്കാം നമുക്ക്. അടുത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്തൊന്ന് എഴുതാം. അടുത്തൊന്ന് എഴുതുന്നതിന് മുൻപ് നമുക്ക് അതിന് എനർജി ഡയഗ്രാം ഒന്ന് വരയ്ക്കണം. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എനർജി ഡയഗ്രാം വരയ്ക്കുന്നത്. ആ എനർജി ഡയഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കാം. നോക്കാം, ഇതിന് നമുക്ക് തിരിച്ചു വരാട്ടോ അതിലേക്ക്. നോക്കാം, ഞാൻ ആദ്യം വരയ്ക്കാൻ പോണത് നോക്കാം 1s, പിന്നെ 2s 2p, മൂന്നാമത്തെ ഏതൊക്കെ വരിക 3s 3p 3d, നാലാമത്തെ ഏതൊക്കെ വരിക 4s 4p 4d 4f അല്ലേ. അടുത്ത ഏതൊക്കെ വരിക 5s 5p 5d 5f. ഓക്കെ അല്ലേ? എല്ലാവരും വരച്ചെടുത്തോ? നോക്കുക, എല്ലാവരും വരച്ചെടുക്കത്. ഓക്കെ, ഇനി എല്ലാവരും നോക്കാം. മുകളിൽ ഇങ്ങനെ ലൈൻ വരയ്ക്കുക. കണ്ടാ വരച്ചില്ലേ? ഇങ്ങനെ ലൈൻ വരച്ചില്ലേ എല്ലാവരും? നോക്കിയേ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ഇവിടെ നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കട്ടാ. ദാ ഇങ്ങനെ ക്രോസ് ചെയ്തു കണ്ടാ, ഇങ്ങനെ ക്രോസ് ചെയ്തു കണ്ടാ. ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്തു കണ്ടാ. യെസ്, ഓക്കെ, ദാ ക്രോസ് ചെയ്ത് പോകണം കണ്ടോ. യെസ്, കണ്ട ഇങ്ങനെ ക്രോസ് ചെയ്ത് പോട്ടാ. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അറിയോ? ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക. അത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ 1 നിട്ടു, ഇവിടെ 2 നിട്ടു, ഇവിടെ 3 നിട്ടു, ഇവിടെ 4 നിട്ടു, ഇവിടെ 5 നിട്ടു, ഇവിടെ 6 നിട്ടു. അതേപോലെ തന്നെ ഇവിടെ ഇടുക 1 2 പറഞ്ഞോ 3 4. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, നോക്കുക, ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കണം. ഓക്കെ, ഇത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട്? 1s അല്ലേ. രണ്ടാമത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. അതിൽ ആരൊക്കെ ഉണ്ട്? 2s അല്ലേ. പറഞ്ഞോ? എല്ലാവരും പറയാം ഒപ്പം, എൻ്റെ ഒപ്പം. ഞാൻ എഴുതണതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും പറയാം. എല്ലാവരും ശ്രദ്ധിക്കോ?
ആഹാ ഇവിടെ നോക്കാം മൂന്നാമത്തെ ആർക്കുണ്ട് അതന്നെ ഏതാ 2p കഴിഞ്ഞ ആരാ 2p കഴിഞ്ഞു അടുത്ത ആരാ 3s അല്ലേ 2p കഴിഞ്ഞപ്പോ നോക്കിയാ 2p 3s ഇവിടെ നോക്കട്ടോ 3s കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോയി കണ്ടോ ഇങ്ങോട്ട് പോയി വരണ്ടായി 3p ഉണ്ട് അതേ ലൈനിൽ തന്നെയാണ് 4s കണ്ടോ 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 3dക്കല്ല ഇങ്ങോട്ട് പോണ 4s കണ്ടോ ഇലക്ട്രോൺ ഒഴുകുന്ന ആ നോക്കുക ഇലക്ട്രോൺ എങ്ങനെയാണ് ഓരോന്നിലോ ഫില്ല് ചെയ്ത് പോകണതാണ് ഞാൻ വരച്ചോണ്ടിരിക്കുന്നത് കണ്ടോ 4s കഴിഞ്ഞിട്ടോ അത് അങ്ങോട്ട് പോയി കണ്ടോ യെസ് 3d കണ്ടോ 3d കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി 4p പോയി അല്ലേ 4p കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി 5s പോയി അല്ലേ ഓക്കെ സെറ്റ് അല്ലേ നോക്കിയാ അത് കഴിഞ്ഞാൽ അടുത്ത ഇതേപോലെ വരയ്ക്കുക കണ്ടോ 4d ഇങ്ങനെ വരച്ച് പോവാ ഓക്കെ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എത്ര ഭാഗമാണ് കണ്ടോ എത്ര ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് കണ്ടില്ലേ നോക്കിയാ 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ അങ്ങോട്ട് പോകും 4s പോകും അല്ലേ 4s കഴിഞ്ഞ് അങ്ങോട്ട് പോയി 3d പോയി ഓക്കെ ആണോ എല്ലാവർക്കും ഓക്കെ അല്ലേ ഇതെല്ലാവരും എല്ലാവരും വരച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ അല്ലെങ്കിൽ വീണ്ടും കണ്ടോണ്ടിരിക്കണം കേട്ടോ വീണ്ടും നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം നോക്കാം നമ്മൾ നേരത്തെ ഏതുവരെ എഴുതി നോക്കിയേ നമ്മൾ കാൽസ്യം വരെ എഴുതിയേ അടുത്ത എലമെന്റ്സിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചതാ അടുത്ത എലമെന്റ് ഏതാ അടുത്ത എലമെന്റ് ആരാ കാൽസ്യത്തിന് അടുത്ത ആരാ സ്കാൻഡിയം 21 അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം സ്കാൻഡിയത്തിന്റെ ഇവിടെ നോക്കാം എല്ലാവരും സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂ ഈ ടോപ്പിക്കില് നല്ല പോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് അപ്പോ എല്ലാവരും നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കുക സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ 21 അതായത് സ്കാൻഡിയത്തിൽ 21 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ അപ്പൊ ഞാൻ എഴുതാൻ പോട്ടോ 1s2 എല്ലാവർക്കും അറിയാം 1s2 ആണ് അല്ലെ എല്ലാവർക്കും അറിയില്ലേ അടുത്ത ആരാ രണ്ടാമത്തേക്ക് പോയി 2s2 അല്ലെ അടുത്ത ആരാ 2s2 കഴിഞ്ഞാൽ ഏതാ 2p അല്ലെ 2p നിറഞ്ഞു 2p6 ആണോ അപ്പൊ രണ്ടാമത്തെ 2 സബ്ഷനിലായി ഇനി മൂന്നാമത്തേക്ക് പോവാണ് കേട്ടോ 3s2 കഴിഞ്ഞാൽ എങ്ങടാ പോവാ 3p 3p6 അപ്പൊ ഒന്ന് എണ്ണൊക്കെ നമുക്ക് 2 2 4 4 6 10 10 2 12 12 6 18 മൊത്തത്തെ 21 ഇലക്ട്രോൺ അല്ലേ ഇനി 3 കൂടി ഉണ്ട് 3p നിറഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ എങ്ങടാ പോവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 4s അല്ലേ 4s2 ഇപ്പൊ 20 ആയി 4s2 കഴിഞ്ഞാൽ എങ്ങടാ ഇലക്ട്രോൺ പോവാ 4s2 കഴിഞ്ഞാൽ എങ്ങടാ ഇലക്ട്രോൺ പോവാ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങടാ പോവാ 4s2 കഴിഞ്ഞാൽ നോക്കിയേ 4s2 കഴിഞ്ഞാൽ എങ്ങടാ തിരിച്ച് 3d വരുന്നു അല്ലേ അതല്ലേ പറഞ്ഞ നമ്മള് 4s2 കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വരും ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ ഓക്കെ ശ്രദ്ധിക്കൂ 4s2 കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി 3d1 ഓക്കെ ആണോ എല്ലാവർക്കും 3d1 ഓക്കെ ഇനി നോക്കാം നമുക്ക് ഇതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയാണ് പഠിച്ചിരുന്നത് എന്നാൽ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മെത്തഡൊക്കെ ഒന്ന് മാറി പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നോക്കാം 1s2 2s2 പറഞ്ഞോ 2p6 എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കട്ടാ മക്കളെ എല്ലാവരും നോക്കുക എല്ലാവരും ബോർഡിലേക്ക് 3s2 കണ്ടോ 3p6 കണ്ടോ 3p6 കഴിഞ്ഞാൽ ഷെല്ല് പറയുമ്പോൾ നമ്മൾ ഏതാ പറഞ്ഞത് ഷെല്ല് പറഞ്ഞതാ 3p കഴിഞ്ഞാൽ ഏതാ പറഞ്ഞ 3d അല്ലേ പറഞ്ഞേ അപ്പൊ ഞാൻ ഇവിടെ ഡാഷ് നിട്ടു കണ്ടാ ഡാഷ് 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ കണ്ടാ പോവുക 4s അല്ലേ 4s പോയി എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ 4s 2 ഇലക്ട്രോൺ ആ ഡാഷിൽ ബാക്കിയുള്ള 3d കണ്ട് ഫില്ല് ചെയ്തു 3d1 കണ്ടോ ആ 4s വരച്ചതിന് ശേഷം ആദ്യം ഡാഷ് ഇട്ട് പോവുക 4s എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക ആ ഡാഷിൽ ആ 3d1 ഫില്ല് ചെയ്യുക പിന്നെയും നമ്മുടെ മാറ്റങ്ങൾ വന്നു ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അറിയോ ഈ എലമെന്റ് ചുരുക്കി നമ്മളിപ്പോഴും ചുരുക്കി എഴുതാനല്ലേ നോക്കുക നോബിൾ ഗ്യാസിന്റെ സഹായത്തോടു കൂടി എഴുതാൻ തുടങ്ങി നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാ ഹീലിയം നമ്മൾ പഠിച്ചതിന്റെ ഷോർട്ട് കട്ട് അല്ലേ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റാഡോൺ ഷോർട്ട് കട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ എന്താ ഷോർട്ട് കട്ട് പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേ നീ ആരാ കൃഷ്ണനോ സീതയോ അതോ രാവനോ ഓർമ്മ ഉണ്ടാവില്ലേ അപ്പോ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആ നിയോണിന്റെ എത്ര അറിയോ 10 ആണ് അല്ലെ ഇത് 18 അറിയാലോ ഇത് 36 അറിയാലോ 2 കൂടി 8 കൂട്ടി അല്ലേ 8 കൂടി എന്താ കൂട്ടിയേ 8 കൂട്ടി നോക്കിയാ 10 8 കൂട്ടിയോ 18 ആയി 18 വീണ്ടും 18 കൂടി അടുത്ത മനുഷ്യ 18 കൂട്ടാം അല്ലേ 54 അല്ലേ അടുത്ത 32 കൂട്ടാം 32 കൂട്ടിയപ്പോ 86 പഠിച്ചിട്ടുണ്ടോ പോലെ അല്ലേ എല്ലാം പഠിച്ചിട്ടില്ലേ ഇവിടെ നോക്കാം ഇനി ഞാൻ നോക്കി ഇവിടെ അറ്റോമിക് നമ്പർ 21
ഇത് തൊട്ട് താഴെ അറ്റോ നമ്പറുള്ള നോബിൾ ഗ്യാസ് ഏതാ? ആർഗൺ അല്ലേ? കണ്ട ആർഗൺ, ആർഗൺ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ആർഗൺ, ആർഗണിന്റെ 18. അപ്പൊ ആർഗന്റെ സഹായത്തോട് കൂടി എഴുതാം. ആർഗൺ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആർഗണാ. ഉണ്ടാ ആർഗന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞാൽ ഇതുവരെയാ. അപ്പൊ ഞാൻ ഇതുവരെ അതിന് പകരം എന്താ എഴുതി? ആർഗൺ എഴുതി, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. ആർഗൺ നോബിൾ ഗ്യാസ് അല്ലേ? ബാക്കിൽ അതേപോലെ എഴുതി 3d1 4s2. കണ്ടോ 21 21 കണ്ടോ 21 21. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. സ്കാൻഡിയം എഴുതി 1s2 2s2 2p6 3s2 3p6 4s2 3d1. ഇതാണ് പണ്ട് എഴുതിയത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ അതേപോലെ തന്നെ എഴുതി. ഏതുവരെ? 1s2 2s2 2p6 3s2 3p6 വരെ എഴുതി ഇല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡാഷ് ഇട്ടു ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രോൺ കൂടെ പോവാ 4sക്ക് പോയി, 4sക്ക് എഴുതി. ആ ഡാഷിൽ ആരെ ഉൾക്കൊള്ളിച്ചു? 3d1 ഉൾക്കൊള്ളിച്ചു. ഓക്കെ, ഞാൻ വീണ്ടും ചുരുക്കി എഴുതി. എന്താ എഴുതി? ഹീലിയം, നിയോൺ. നോക്കുക, നോബിൾ ഗ്യാസിന്റെ സഹായത്തോടു കൂടി എഴുതി ഇല്ലേ? നോബിൾ ഗ്യാസ് ഏതാ? എടുത്ത നോബിൾ ഗ്യാസ് ഏതാ? ആർഗൺ അല്ലേ? ആർഗൺ എടുത്തു. കണ്ടോ എല്ലാവർക്കും ഒക്കെ അല്ലേ? എല്ലാം തന്നെ എല്ലാവരും നോക്കുക, നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഒരെണ്ണം കൂടി എഴുതാം. അവ അടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് മനസ്സിലാവും. നോക്കുക, അടുത്ത് നോക്കാം നമുക്ക് കേട്ടാ. ഇവിടെ നോക്കുക എല്ലാവരും. അടുത്ത എലമെന്റ് ഏതാ? സ്കാൻഡി കഴിഞ്ഞാൽ ടൈറ്റാനിയം, അറ്റോമിക് നമ്പർ 22. എല്ലാവരും എഴുതൂ, എൻ്റെ ഒപ്പം എല്ലാവരും എഴുതൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്സ്. ഓക്കെ ഓക്കെ, റെഡി? നോക്കാം. 1s2 പറഞ്ഞോ? യെസ്, ഒപ്പം പറയേ. 2s2 ഓക്കെ. അടുത്ത പറഞ്ഞോ? 2p6 ഓക്കെ അല്ലേ? റെഡി? അടുത്ത് നോക്കാം. 3s2 ഓക്കെ. അടുത്ത 3p6 ഉറക്കെ പറഞ്ഞോളാ. കറക്റ്റ് ആണ്. അടുത്ത ആരാ? അതാണ് അല്ലേ? 3p6 ആരാ എഴുതിയത്? ഞാൻ നേരത്തെ ഏതാ എഴുതിയേ? 4s2 അല്ലേ? ഇലക്ട്രോൺ പോകുന്ന അങ്ങനെ അല്ലേ? 3d2 അല്ലേ? 4s 3dക്ക് പോയി അല്ലേ? ഇനി പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി മോഡേൺ ആക്കി. എന്താ എഴുതി? 1s2 2s2 പറഞ്ഞോ എല്ലാവരും ഇതേപോലെ. 2p6 3s2 3p6 കണ്ടോ? അടുത്ത് ഞാൻ എന്ത് ചെയ്തു? ഡാഷ് ഇട്ടു അല്ലേ? ഡാഷ് ഇട്ട് എന്ത് ആരെഴുതി? 4s2 എന്ന് എഴുതിയില്ലേ? അല്ലേ? ആ ഡാഷിൽ ആരെഴുതി? 3d2 അല്ലേ? ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അല്ലേ? ഇപ്പൊ എങ്ങനെയാ ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പൊ എങ്ങനെ കാണുക? ഞാൻ ഒന്നുകൂടി ചെറുതാക്കി എഴുതി. എന്താ? നോബിൾ ഗ്യാസിന്റെ സഹായത്തോട് കൂടിയിട്ട് ആർഗൺ 3d2 4s2 കണ്ട 22 22. ഇപ്പൊ എല്ലാവരും നോക്കി പഠിക്കട്ടെ, എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നോക്കുക, അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കി ഭാഗങ്ങള് നോക്കുക. ടൈറ്റാനിയം വരെ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ള 30 വരെ നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ എഴുതി തന്നൊക്കെ നന്നായി പഠിക്കുക. വീണ്ടും വീണ്ടും ക്ലാസ്സിൽ കാണാം. ഓക്കെ, then see you.